മീനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മീന് പോലെ അരി ഉണ്ടാവില്ല പറഞ്ഞത്. മനുഷ്യന്റെ കളി പോലെ തന്നെ പ്രകൃതിയും കളിക്കാൻ തുടങ്ങിയില്ലേ. ഏട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ ഏട്ടാ പേര്? എന്റെ പേര് വിക്ടസ്. വിക്ടസ്. ഇവിടെ അടുത്തന്നെ വീട്? അടുത്തന്നെ. മീൻ പിടുത്തെന്ന് പറഞ്ഞാൽ നമ്മള് ഒരു 8ാം ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ 60 വയസ്സായി. 60 വയസ്സ്. 8ാം ക്ലാസ്സിലേ തുടങ്ങി? 8ാം ക്ലാസ് തോറ്റിനോടെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ സംഭവം. പിന്നെ 10 തൊപ്പിയെല്ലാം ഊരിട്ട് എനക്കിട്ട് വരും വെയിൽ കൊള്ളുന്നോണ്ട്. അത്ര ചെറുപ്പത്തിലേ തുടങ്ങി? അത്രയും ചെറുപ്പത്തിലേ. അല്പം ദൈവവിശ്വാസത്തിലും വേണേ. അത് വേണോ? വെള്ളത്തിലെ കാര്യല്ലേ. അതെ അതെ. നമ്മളെ മുടക്കിയിട്ടില്ല. നമ്മളെവിടെ ഇതുവരെ മുടക്കിയിട്ടില്ല. നമ്മളെ വിശ്വാസം എങ്ങനെയാണ്? നമുക്ക് തോമസ് ലീഗ എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. നമ്മളെ വിശ്വാസിയാണ് നമ്മള്. പിന്നെ നമ്മൾ മീൻ പിടിച്ചിട്ടേ പോകലൂ. നമ്മളെ ഉള്ള അരച്ചു വെച്ചിട്ടുണ്ടാവും ഇപ്പൊ. ഓ അടിപൊളി. ഏതായാലും എറിഞ്ഞു നോക്കാം. ഓക്കെ. എല്ലാം വലപ്പം ഓരോ കടുവ. മീനത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മീന് പോലെ അരി ഉണ്ടാവില്ല പറഞ്ഞത്. നമുക്ക് ജൂണിൽ തന്നെ വന്നാല് അവരൊരു സ്കൂൾ കുട്ടികൾ സ്കൂൾ തുറക്കുമ്പോൾ പോകുന്ന സന്തോഷമല്ല അവർക്ക്. അവര് കുഞ്ഞുങ്ങളെ മുട്ടിയിടേണ്ട സമയമല്ല. വയലിൽ ചാടി കയറിന് വേവില്ലാതെ കേടെ വെള്ളമില്ലത്. ഒരു സ്ഥലത്തും മനുഷ്യന്റെ കളി പോലെ തന്നെ പ്രകൃതിയും കളിക്കാൻ തുടങ്ങിയില്ലേ. വഴി നടക്കാൻ പോലും പറ്റുന്ന കാലഘട്ടല്ലേ. പിന്നീട് മീനും ഇല്ല, ഒന്നുമില്ല. പട്ടിണി കിടന്ന് മരിക്കും എല്ലാവരും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ പിന്നെ കുടിവെള്ളത്തിന് പോലും യാചിക്കേണ്ടി വരും. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കാലാവസ്ഥ വളരെ മോശമാണ് സംഭവം. അല്ല, അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ സമയത്ത് മഴ പെയ്യേണ്ട സമയത്ത്? നല്ല ചെമ്മീനും കർക്കിടക മാസം വരുമ്പോ മീൻ പ്രതീക്ഷയാണ്. ചെമ്മീനും കരിഞ്ചെമ്മീനും വെള്ളച്ചെമ്മീനും എല്ലാ ചെമ്മീനായിട്ട് വരേണ്ടതാണ് നമ്മൾക്ക്. അതൊന്നും വന്നിട്ടില്ല. ഈ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയതാണ് വിക്ടസ് ചേട്ടനെ. ആദ്യം കണ്ടപ്പോൾ ആളൊരു പക്ക ഗൗരവക്കാരനാണെന്ന് തോന്നിയത്. പക്ഷേ ഒന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി അതെല്ലാം മനുഷ്യൻ എന്ന്. വളരെ കൂളായി ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ജീവിതത്തിലെ നല്ല ഓർമ്മകളും അനുഭവങ്ങളും എന്നോട് പങ്കുവെച്ചു. സ്നേഹത്തോടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരെ ക്ഷണിച്ചു. ചില മനുഷ്യർ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ വലുതാണ് അവരുടെ മനസ്സിലെ മനുഷ്യ സ്നേഹം. ആ സന്തോഷം മനസ്സിൽ ചേർത്ത് വെച്ച് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ഇതുപോലുള്ള യാത്രാ കഥകൾ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനും മറക്കരുതേ.